പാലക്കാട് മണ്ഡലത്തിലൊക്കെ CPM തകർന്നു പോയില്ലേ? പാലക്കാട് ഞാൻ ചോദിക്കട്ടെ, പാലക്കാട് ഈ സ്ഥാനാർത്ഥികളൊക്കെ എങ്ങനെയാണ് വരുന്നത്? വരുമ്പോൾ ഒരു 10 ആളെ കൊണ്ടുവരണ്ടേ? ഒരു പാർട്ടിയിലേക്ക് വരുമ്പോൾ ഒരു 4 ആളെ കൊണ്ടുവരണ്ടേ? ഞാനിപ്പോൾ CPM ഒന്ന് പോന്നു, ഞാൻ തനിച്ചല്ല പോകുന്നത്. നോക്കൂ, ഞാൻ തനിച്ചല്ല പോകുന്നത്, ആയിരക്കണക്കിന് വരുന്ന ആളുകളെയും കൂട്ടിയിട്ടാണ് വന്ന് ഞാൻ. എൻ്റെ കരുത്തങ്ങ് തെളിയിച്ചു ഞാൻ. ആ കരുത്തുമല്ല ഇപ്പോഴും നിൽക്കുന്നത്. ആ കരുത്ത് കുറയല്ല, ആ കരുത്ത് വർദ്ധിക്കുകയാണ്. ഇനി പുതിയ പുതിയ വിഭാഗങ്ങൾ ഞങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ബോധ്യപ്പെടും അടുത്ത നാളിൽ. ഇപ്പോൾ ഈ CPMൻ്റെ തകർച്ചയുണ്ടായല്ലോ, ഈ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ പിന്നെ മലയിടിച്ചിൽ പോലെയുള്ള ഇടിച്ചിൽ CPMൽ വരാൻ പോവുക. ഒരു സംശയവും വേണ്ട. ഇന്നലെ പുറത്തായിട്ടുള്ള അബ്ദുൽ ഷുക്കൂർ ഒരു നല്ല പ്രവർത്തകനാണ് പാലക്കാട്. അപ്പം ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇനിയും വളരെ ശക്തമായ രൂപത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട വിഷയം. അപ്പം പാലക്കാട് അത് കഴിഞ്ഞ് സരിനെ കൊണ്ടുവന്ന ഒരാളും ഇല്ല. പിന്നെ അയാളെ സരിൻ അത് ഷുക്കൂർ വ്യക്തമാക്കിക്കോട്ടെ, ഷുക്കൂർ പറയട്ടെ. ഷുക്കൂർ ഇന്ന് ഇവിടെ ഇല്ല. അല്ല, പുതിയ ആളുകൾ ധാരാളം വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുക. അത് ഇവിടെ മാത്രമല്ല, നിങ്ങൾ നോക്കൂ, പത്തനംതിട്ട ജില്ലയിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, കൊല്ലത്ത് നിന്ന്, കോഴിക്കോട്ട് നിന്ന്, മലപ്പുറത്ത് നിന്ന്, തൃശ്ശൂരിൽ നിന്ന്, ആലപ്പുഴ നിന്ന്, ഇവിടെ നിന്നൊക്കെ ഞങ്ങളെ വിളിക്കുന്നത്. നമ്മളെപ്പോഴാണ് യോഗം ചേരുന്നത്? ഞങ്ങളെന്താ യോഗം ചേരാതിരിക്കാൻ കാരണം? ഇപ്പോൾ ജില്ലയിൽ, പാലക്കാട് ജില്ലയിൽ ഞങ്ങളുടെ ബേസ് ഞങ്ങൾ ഉറപ്പിക്കുകയാണ്. ഇത് ഉറപ്പിച്ചതിന് ശേഷം ഞങ്ങൾ സംസ്ഥാന നിലവാരത്തിലേക്ക് ഞങ്ങൾ മുമ്പോട്ട് പോവുക. LDFിലെ നിലവിലുള്ള ഘടകകക്ഷികളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ LDFിലെ ഘടകകക്ഷികളായ പലർക്കും ഇനി LDFിനകത്തകത്ത് നിൽക്കാനൊന്നും പറ്റില്ല പലർക്കും. കാരണം ഇത് ബംഗാൾ മോഡലിലേക്ക് പോവുകയാണ്. ബംഗാളിലിപ്പോൾ പിന്നെ ചില വിദ്വാന്മാരിപ്പോൾ പറയുന്നത് വെച്ചാൽ 1 സീറ്റ് കിട്ടിയെന്നാണ് പറയുന്നത്. ഇപ്പോൾ 35 കൊല്ലം തുടർച്ചയായിട്ടുള്ള ഭരിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇപ്പോൾ 1 സീറ്റ് കിട്ടി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആ 1 സീറ്റ് പോലും കയ്യബദ്ധം വന്നിട്ട് കിട്ടിയതായിരിക്കും എന്നാണ് തോന്നുന്നത് എനിക്ക്. ആളുകൾക്ക് എന്തോ ഒരു അബദ്ധം വന്നിട്ട് കിട്ടിയതായിരിക്കാനാണ് സാധ്യത. ഇപ്പോൾ ഇവിടെ ഇയാൾ വന്നു, ഇപ്പോൾ ആളുകൾ പറയുന്നത് പേയ്മെൻറ്റ് സീറ്റാണെന്നല്ലേ പറയുന്നത്. ഇയാളെന്ത് രാഷ്ട്രീയ പ്രവർത്തകനാണ്? മറ്റേ NMR അയാളെന്ത് ഒരു രോഗിക്കാരനാട്ടാ. ഞാൻ ഇടയ്ക്ക് പോയിട്ട് നല്ല ഭക്ഷണം കഴിക്കുന്ന നല്ല ഭക്ഷണം കിട്ടുന്നൊരു ഹോട്ടല, ഞാൻ അവിടെ പോയിട്ട് കഴിക്കാറുണ്ട്. അയാളെൻ്റെ സുഹൃത്താണ്. അയാൾ പാർട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. അയാൾക്ക് പേയ്മെൻറ്റ് സീറ്റാണല്ലേ പറയുന്നത്. എനിക്കറിഞ്ഞൂടാ ആരാ വാങ്ങിയത്, എത്ര വാങ്ങിയതെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെയാണ് വ്യാപകമായിട്ട് കേൾക്കുന്നത്. ഉണ്ടായിരുന്ന വോട്ടുകൾ നഷ്ടപ്പെടുകയല്ലേ ചെയ്തത്. അപ്പോൾ ജില്ലയിൽ ഈ പാർട്ടി വലിയ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് എത്ര വോട്ടെ അടക്കാൻ ശ്രമിച്ചാലും ശരി, നാട്ടിലെ ജനങ്ങൾക്ക് ഇത് വളരെ വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തകർച്ചയിലേക്ക് പോവുകയാണ്. ആ തകർച്ചയിലേക്ക് CPIM മുമ്പോട്ട് പോകുമ്പോഴാണ് ഞങ്ങളുടെ DMFൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. രണ്ടും ഗൗരവമായിട്ടുള്ള ഈ പിന്നെ CPMൻ്റെ തകർച്ചക്ക്, CPMൻ്റെ ഗൗരവം LDFൻ്റെ തകർച്ചക്ക്, LDFൻ്റെ CPMൻ്റെ തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം ഈ 2 കാരണങ്ങളുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ട്. ഭരണത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള ഒരുപാട് കൊള്ളരുതായ്മകൾക്കെതിരായിട്ടുള്ള നാട്ടിലെ ജനങ്ങൾക്കുള്ള ആരോടാ ധാർഷ്ട്യം കാണിക്കേണ്ടത്? ഉന്നതനായ ഉദ്യോഗസ്ഥന്മാരോട് ധാർഷ്ട്യം കാണിക്കട്ടെ. അപ്പോൾ ഇടയ്ക്കവർ പറഞ്ഞേക്കും ശശി ധിക്കാരിയാണ് എന്ന് പറഞ്ഞേക്കും. സാധാരണ മനുഷ്യനോട് ധാർഷ്ട്യവും ധിക്കാരവും കാണിക്കരുത്. അവൻ്റെ ദൈനംദിന പ്രശ്നങ്ങളുമായിട്ട് പിന്നെ നമ്മളെ തേടി എത്തുന്നവരാണ്. അവനോടല്ല ധാർഷ്ട്യം കാണിക്കേണ്ടത്. ഇപ്പോൾ പല CPMൻ്റെ നേതാക്കന്മാരും കാണിക്കുന്ന ആരോടാ? ഈ പാവപ്പെട്ട ജനങ്ങളോടല്ല ധിക്കാരം കാണിക്കുന്നത്, ധാർഷ്ട്യം കാണിക്കുന്നത്. ആ ധാർഷ്ട്യത്തിന് ജനങ്ങൾ കൊടുത്ത മറുപടി ഒന്നത്. 2, സംഘടനക്കകത്ത് വെച്ച് പൊറുപ്പിക്കാൻ പാടില്ലാത്ത പ്രവണതകൾ, വളരെ വളരെ മോശപ്പെട്ട പ്രവണതകളാണ്. അതിൻ്റെ ചില കാര്യങ്ങൾ ഞാനവിടെ കൺവെൻഷനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ഇയാളിങ്ങനെ എല്ലാവരും ആരെപ്പറ്റിയും പറയും. പണ്ടെന്നോ ഷാഫിനെ പറ്റി പറഞ്ഞു, എന്താ ഇതൊക്കെ പറയും. ഇതെല്ലാം പറയുന്ന സമയത്ത് ഇയാളെ കയ്യിൽ തെളിവുണ്ടാകണ്ടേ? ഏതോ ഒരു സിനിമയിൽ ഈ ശങ്കരാടി രേഖ കാണിക്കുന്ന പോലെ, രേഖ കാണിക്കുന്ന പോലെ ഇയാളെ കയ്യിലെ രേഖയാൾ. എന്നിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും ഈ പാർട്ടിക്ക് വലിയ തകർച്ച സംഭവിച്ചിട്ടും
അത് സംബന്ധിച്ച് പ്രതികരിക്കാനും അതിനകത്ത് ഇടപെടാനും CPIM പാലക്കാട് ജില്ലയിലെ ഞാനിപ്പോഴും വ്യക്തിപരമായിട്ട് എനിക്ക് നല്ല ബന്ധം പുലർത്തുന്ന പല നേതാക്കന്മാരും, നല്ല അത്യാവശ്യം കാലിബറുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്ന പല നേതാക്കന്മാരും തയ്യാറാകുന്നില്ല. എനിക്കറിഞ്ഞുകൂടെ എന്താ കാരണം. എന്തോ ആയിക്കോട്ടെ, ഈ വരാൻ പോകുന്ന കാലമെന്ന് പറയുന്നത് ഇവർക്കൊന്നും ഗുണമുള്ള കാലമായിരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒരു സംശയവും വേണ്ട. കേരളത്തിൽ വരുന്ന ഗവൺമെൻറ്റിനോട് ഞങ്ങൾ പറയും ഇതൊക്കെ അവസാനിപ്പിക്കണം, അതിനുവേണ്ടി ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണം, ഉദ്യോഗസ്ഥന്മാരെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും അലർട്ടാക്കണം. ഇതൊക്കെ നാടിന് അപകടം പിടിച്ച കാര്യമാണ്. എന്നിട്ട് ഈ വക കള്ളക്കച്ചവടം നടത്തിയിട്ട് പിന്നെ വന്ന് മൂല്യം പറയുക, മൂല്യാധിഷ്ഠിത വർത്തമാനമാണ് പറയുന്നത്. അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. ഒറ്റപ്പാലത്ത് DMF ഉണ്ടല്ലോ. DMF ഫാക്ടറി വളരെ വളരെ ആക്റ്റീവാണ്. ആരാ പറഞ്ഞു നിങ്ങളോട്? DMF പാലക്കാട് ജില്ലയിൽ DMFന് ഏറ്റവും ശക്തിയുള്ള ഒരു 5 മണ്ഡലങ്ങളിൽ DMF ഏറ്റവും പിന്നെ ഒറ്റപ്പാലം മണ്ഡലമുണ്ട്. DMFൻ്റെ ദൗർബല്യം കൊണ്ടല്ല ഒറ്റപ്പാലത്ത് പരാജയം വരുന്നത്. ഒറ്റപ്പാലത്ത് പരാജയം ഞാൻ പറഞ്ഞല്ലോ, വ്യക്തമാക്കി പറഞ്ഞാൽ ഒന്നുകൂടി പറയാം, UDFൻ്റെ വോട്ട് കുറഞ്ഞുപോയി. ആ കുറഞ്ഞത് എന്തുകൊണ്ട് എന്നുള്ളത് കോൺഗ്രസും ലീഗും പരിശോധിക്കണം. അല്ല, UDFൻ്റെ വോട്ട് കുറഞ്ഞതുകൊണ്ടാണ്. UDFൻ്റെ വോട്ട് അത് UDFൻ്റെ നേതാക്കന്മാർ അംഗീകരിക്കുന്നുണ്ടേ. UDFൻ്റെ ലീഡേഴ്സിന് തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യം അത്.